സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെ പറ്റിയിട്ടുള്ള ആ വിവരണമാണ് നമ്മൾ കാണുക. അവിടെ ദേവാലയത്തിൻ്റെ മുൻപിൽ ഈശോ പഠിപ്പിക്കുന്നു. ജനങ്ങൾ ഈശോയുടെ പഠനം കേട്ട് അവിടെ ഇരിക്കുമ്പോഴാണ് നിയമജ്ഞരും ഫരിസേയരും ഈ സ്ത്രീയെ കൊണ്ടുവരുന്നത്. അപ്പോൾ യേശു നൽകുന്ന സന്ദേശം ഫരിസേയർക്കും നിയമജ്ഞർക്കും ഈ സ്ത്രീക്കും മാത്രമല്ല, അവിടെ കൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കുമാണ് എന്ന് പ്രത്യേകമായിട്ട് നമ്മൾ ഓർക്കുക. നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരിക, ആ സ്ത്രീ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും ഒരു പ്രതിഫലനമാണ്. അവരുടെ അവിശ്വസ്തതയുടെ ഒരു കണ്ണാടിയാണ് ഈ സ്ത്രീ. അവിശ്വസ്തത എന്ന് പറയുമ്പോൾ യാഹ്വേയോട് അവർ കാണിക്കുന്ന അവിശ്വസ്തത, ജീവിതത്തിലെ ദൈവത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് അവർ കാണിക്കുന്ന അവിശ്വസ്തത പൊതുവായ അർത്ഥത്തിൽ. രണ്ടാമത്തെ അർത്ഥത്തിൽ അവരുടെ തന്നെ ജീവിതത്തിലെ വ്യക്തിപരമായി കാണിക്കുന്ന അവിശ്വസ്തത, അവരുടെ ജീവിത പങ്കാളിയോട് കാണിക്കുന്ന അവിശ്വസ്തത, ഇതെല്ലാം ഇവിടെ വ്യക്തമായിട്ട് കർത്താവ് സൂചിപ്പിക്കുകയാണ്. ആ സ്ത്രീ ഇസ്രായേലിന്റെ പ്രതീകമാണ്, അവിശ്വസ്തതയുടെ പ്രതീകമാണ്. അങ്ങനെ അവിശ്വസ്തതയുടെ പ്രതീകമായ സ്ത്രീയെ കുറ്റം വിധിക്കാനായിട്ട് ഈ ഫരിസേയരൊക്കെ വരുമ്പോൾ ഈശോ വ്യക്തമാക്കുകയാണ്, നിങ്ങൾ ദൈവത്തിന് മുൻപിൽ അവിശ്വസ്തരും കുറ്റക്കാരുമാണ്. കർത്താവ് അവരുടെ പാപങ്ങളാണ് മണൽപ്പുറത്ത് എഴുതിയത് എന്നാണ് പാരമ്പര്യം. മോശയെപ്പോലെ വ്യക്തമായിട്ട് നിയമം പഠിപ്പിച്ച ഈശോ, നിയമം പഠിപ്പിക്കാൻ മാത്രമല്ല വ്യാഖ്യാനിക്കാനും വിധിക്കാനും അധികാരമുള്ള ഈശോ വ്യക്തമായിട്ട് പറയുകയാണ്. പ്രത്യേകിച്ച് ആ നിയമത്തിനും ഫരിസേയരും കൊണ്ടുവന്ന ഒരു ട്രാപ്പ്, ഒരു കെണിയുണ്ട്. അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഈശോ തങ്ങളുടെ തന്നെ തെറ്റുകൾ തിരിച്ചറിയാൻ ആ ഫരിസേയരെയും നിയമജ്ഞരെയും കർത്താവ് ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരിൽ കുറ്റം വിധിക്കാനും മറ്റുള്ളവരുടെ കുറ്റം കാണാനും വിലയിരുത്താനും ജഡ്ജാകാനും ഒക്കെ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഈശോ ഇന്ന് നമ്മോട് ആദ്യം പറയുന്നത് ഇതാണ്, നിന്റെ തന്നെ കുറ്റം നീ കാണുക. മറ്റുള്ളവരിലെ നീ കുറ്റം വിധിക്കാതെ മറ്റുള്ളവന്റെ കുറവ് ആദ്യം നിന്നിലുണ്ടോ എന്ന് ഒന്ന് വിലയിരുത്തുക. ഈ നോമ്പുകാലത്തിൽ നമുക്ക് നമ്മുടെ കുറവുകളും പോരായ്മകളും നമുക്ക് വിലയിരുത്താം. നമ്മൾ ഏതെല്ലാം മേഖലയിലാണ് ഈശോയുടെ ഇഷ്ടമനുസരിച്ച് കൂടുതൽ ആ വ്യക്തി ജീവിതത്തിലെ പുരോഗതി പ്രാപിക്കേണ്ടത്, ആത്മീയ പുരോഗതിയിലേക്ക് വളരേണ്ടത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ട്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക, ഈശോ നൽകുന്ന പ്രതീക്ഷയും പുതുജീവിതവുമാണ്. ഈശോയെ കുറ്റം വിധിക്കാനാണ് അവരാഗ്രഹിക്കുന്നത്. ഈ സ്ത്രീയെ കുറ്റം വിധിക്കുമ്പോൾ യേശുവിനെ ഒരു ട്രാപ്പിൽ, ഒരു കെണിയിൽപ്പെടുത്തുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. ഒന്നുകിൽ മോശയെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കണം, മോശയുടെ നിയമങ്ങൾ അനുകൂലിച്ച് സംസാരിക്കണം. അപ്പോൾ ഈ സ്ത്രീയോട് കരുണ കാണിക്കാനൊന്നും സാധിക്കുകയില്ല. മോശയുടെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇവർ നോക്കുന്നത്. പക്ഷേ കർത്താവ് അവരാഗ്രഹിക്കുന്ന ആ ഒരു കെണിയിൽപ്പെടാതെ, ആ കെണിയുടെ പുറത്ത് കടന്നിട്ട് കർത്താവ് ഓരോരുത്തരും അവനവൻ്റെ കുറ്റവും കുറവും കാണാൻ പരിശ്രമിക്കണമെന്ന് അവരോട് പറയുന്നതാണ്. നിങ്ങൾ പാപം ചെയ്യാത്തവൻ അവിടെ കല്ലെറിയട്ടെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. നിങ്ങൾ നിങ്ങളെ തന്നെ വിധിക്കുക, എന്നിട്ട് മറ്റുള്ളവരെ വിധിക്കുക. നിങ്ങളുടെ കുറ്റവും കുറവും നിങ്ങൾ വ്യക്തമായിട്ട് കാണുക, എന്നിട്ട് മാത്രം മറ്റുള്ളവരെ വിധിക്കാൻ പരിശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ അവിടെ അവർക്ക് നിൽക്കാൻ സാധിക്കുന്നില്ല. അവരുടെ കുറവുകൾ അവർ തിരിച്ചറിയുന്നുണ്ട്. അവരെല്ലാവരും പോയി കഴിയുമ്പോൾ ഈശോ ആ സ്ത്രീയോട് പറയുകയാണ്, ഞാൻ തന്നെ വിധിക്കുന്നില്ല. ശരിക്കും അവളെ വിധിക്കാൻ എല്ലാ അവകാശവുമുള്ളത് ഈശോയ്ക്കാണ്. പക്ഷേ ഈശോ വിധിക്കുന്നില്ല. അവളുടെ മരണം ആസന്നമായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ പ്രത്യേകമായ ഇടപെടൽ വഴി മരണത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന് അവളെ രക്ഷിക്കുകയാണ്. നമ്മൾ ശിക്ഷാവിധിക്കും മരണത്തിനും അർഹരാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യേകമായ കാരുണ്യവും സ്നേഹവും ഇടപെടലും കൊണ്ട് നമുക്ക് പുതിയ ജീവൻ ലഭിച്ചിരിക്കുന്നു.
പ്രത്യാശയുണ്ട്, പ്രതീക്ഷയുണ്ട്. ഉയർപ്പ് കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഉയർപ്പ് തിരുനാളിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ഈ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമ്മളെ നയിക്കേണ്ടത്. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ജീവിതത്തിലേക്കുള്ള യാത്രയാണ് ഈ നോമ്പുകാലം നമ്മളെ നയിക്കേണ്ടത് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കാം. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, കർത്താവ് ആ പൂഴിയിൽ എഴുതിയ വചനങ്ങളാണ്. എന്തായിരിക്കും കർത്താവ് എഴുതിയിട്ടുണ്ടാകുക? ജെറമ്യായുടെ പുസ്തകത്തിലെ 17-ാം അധ്യായം 13-ാം വാക്യം ഇപ്രകാരമാണ്: ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവേ, അങ്ങ് ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിതരാകും. അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതിയ പേര് പോലെ അപ്രത്യക്ഷരാകും. അപ്പോൾ കർത്താവ് അവരുടെ കുറ്റങ്ങളാണ്, ഫരിസേയരുടെയും നിയമജ്ഞരുടെയും കുറ്റങ്ങളാണ് പൂഴിയിൽ എഴുതിയത് എന്നാണ് പരമ്പരാഗതമായ വിശ്വാസം. നിയമാവർത്തന പുസ്തകത്തിലെ ആ വചനങ്ങളാണ്, പ്രത്യേകിച്ച് ദൈവത്തോട് കാണിക്കേണ്ട വിശ്വസ്തതയെ പറ്റിയിട്ടുള്ള വചനങ്ങളാണ് കർത്താവ് എഴുതിയത് എന്ന് ഉള്ള അഭിപ്രായമുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണാടി. ആ കണ്ണാടിയിൽ നോക്കി നമ്മുടെ ജീവിതത്തെ നമ്മൾ വിലയിരുത്തണം. ചിലപ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമ്മുടെ രൂപം വൈരൂപ്യമാർന്നതാണെങ്കിൽ കണ്ണാടിയുടെ കുഴപ്പമല്ല, യേശുവിൻ്റെ വചനങ്ങളുടെ കുഴപ്പമല്ല, നമ്മുടെ തന്നെ പോരായ്മകളാണ് എന്ന് നമുക്ക് ഓർക്കാം. വിശുദ്ധ അഗസ്റ്റിൻ പ്രത്യേകമായിട്ട് പ്രകാരമാണ് പറയുന്നത്. ഈ സുവിശേഷ ഭാഗത്തെ പറ്റി ധ്യാനിച്ചുകൊണ്ട് മീസര എത്ത് മിസരിക്കോർദിയ, അവിടെ ആ പാവപ്പെട്ട അല്ലെങ്കിൽ റച്ചഡായിട്ടുള്ള സ്ത്രീയും അല്ലെങ്കിൽ ഹതഭാഗിയായിട്ടുള്ള സ്ത്രീയും കരുണയുടെ നിറവായി യേശുവും അവിടെ അവശേഷിച്ചു എന്നാണ് പറയുക. നമുക്കെല്ലാവർക്കും കർത്താവിൻ്റെ കരുണ ആവശ്യമാണ്. കർത്താവിൻ്റെ കരുണ സമൃദ്ധമായിട്ട് നമുക്ക് ആവശ്യമാണ്. അതിനായി ഇന്നത്തെ ലേഖനത്തിൽ, യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നമ്മൾ നമ്മുടെ കുറവുകൾ ഏറ്റുപറയണം. 8-ാം വാക്യത്തിൽ പ്രകാരമാണല്ലോ: നമുക്ക് പാപമില്ലെന്ന് നാം പറഞ്ഞാൽ അത് ആത്മവഞ്ചനയാകും, അപ്പോൾ നമ്മിൽ സത്യമില്ലെന്ന് വരും. കുറവുകളിൽ ആത്മാർത്ഥമായി മനസ്തപിച്ച് ഏറ്റുപറഞ്ഞാൽ ജീവിത നവീകരണത്തിന് സാധ്യതയുണ്ട്. കർത്താവിൻ്റെ വചനങ്ങളാകുന്ന കണ്ണാടിയിൽ നോക്കി നമ്മുടെ ജീവിതത്തെ വിലയിരുത്താനും കൂടുതൽ മെച്ചപ്പെടുത്താനും നമുക്ക് കടമയുണ്ട്. അതിനുള്ള അവസരമാണ് ഈ നോമ്പുകാലം എന്ന് നമുക്ക് ഓർക്കാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ തന്നെ കുറവുകളെപ്പറ്റി നോക്കാം. മറ്റുള്ളവനെ കുറ്റം വിധിക്കുന്നവരാകാതെ ആദ്യം നമുക്ക് നമ്മുടെ വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും വന്നുപോയ കുറവുകളെപ്പറ്റി ഓർക്കാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് നോമ്പുകാലം. കുറ്റം വിധിക്കാതെ, നമ്മെ മരണത്തിന് വിധിക്കാതെ നമ്മെ ജീവനിലേക്ക് ഉയർപ്പിക്കുന്ന ഈശോയുടെ പക്കലാണ് നമ്മൾ. ആ ഉച്ചതിനെ പറ്റിയിട്ടുള്ള ഓർമ്മയാണല്ലോ നമ്മൾ ഈ നോമ്പുകാലത്തിൻ്റെ പ്രധാന ചിന്തയായിട്ട് നമ്മൾ കൊണ്ട് നടക്കുക. പ്രതീക്ഷയോടെ ഉത്ഥാന തിരുനാളിനായിട്ട് ഒരുങ്ങാം. കർത്താവ് കാണിച്ചു തരുന്ന കണ്ണാടി, കർത്താവിൻ്റെ വചനങ്ങളാകുന്ന കണ്ണാടിയിൽ നമ്മുടെ ജീവിതത്തെ നോക്കി നമുക്ക് ജീവിത നവീകരണത്തിന് തയ്യാറാകാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.